2021 തുടർഭരണം നേടി അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ എടുത്ത ആദ്യ തീരുമാനം കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നതായിരുന്നു. അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് അതിദാരിദ്ര്യം എന്നത് ഉന്മൂലനം ചെയ്യും. അഗതിയായ ഓരോ വ്യക്തിയെയും, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഓരോ കുടുംബത്തെയും കണ്ടെത്തി പ്രാദേശികവും ഗാർഹികവുമായ പദ്ധതികളിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ടേ പറഞ്ഞതാണ്, ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാലത് ചെയ്തിരിക്കുമെന്ന്. ആ ഉറപ്പ് പോലെ തന്നെ രാജ്യത്ത് അതിദാരിദ്ര്യമില്ലാത്ത ആദ്യ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ്. ഈ വരുന്ന കേരളപ്പിറവി ദിനത്തിൽ ഈ ഐതിഹാസിക നേട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത നേട്ടം കേരളം കൈവരിച്ചത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയുടെയും ശാസ്ത്രീയവും സമഗ്രവുമായ നിർവഹണ രീതിയുടെയും ഫലമായാണ്. ഇതിനായി അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന 64,000 കുടുംബങ്ങളെ, അതായത് 100,000-ലധികം മനുഷ്യരെ കണ്ടെത്തുകയാണ് സർക്കാർ ആദ്യം ചെയ്തത്. അതിനായി ഓരോ കുടുംബത്തെയും നേരിൽ കണ്ട് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, അത് ഭക്ഷണമായാലും ആരോഗ്യമായാലും വരുമാനമായാലും വീടായാലും കൃത്യമായി മനസ്സിലാക്കി. ഓരോരുത്തർക്കും പ്രത്യേകം മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയാണ് അവരെ പുതിയ ജീവിതത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ കൈപിടിച്ചുയർത്തിയത്. ഇതിനായി മുഖ്യമന്ത്രി മുതൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും വിവിധ സർക്കാർ വകുപ്പുകളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ഈ 4.5 വർഷം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. നമ്മളിപ്പോ കണ്ടെത്തി ഓരോ സ്ഥലത്തും എത്ര കുടുംബങ്ങളാണ് പരമദരിദ്രരെന്നത്. 64,000 കുടുംബങ്ങളുണ്ട്. കേൾക്കുമ്പോൾ കേരളത്തിന്റെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ നേരിയൊരു വിഭാഗമാണെങ്കിലും ആ നേരിയ വിഭാഗമാണല്ലോ എന്ന് പറഞ്ഞ് തള്ളേണ്ടവരല്ല നമ്മൾ. അവരെയും കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കണം. അവരെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനാവശ്യമായ പദ്ധതികൾ ഇപ്പൊ തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവരെ പൂർണ്ണമായും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ പരമദരിദ്രരില്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറും. ഇപ്പോ ദരിദ്രാവസ്ഥയിലുള്ളവർ ഏറ്റവും കുറഞ്ഞ നാടാണ് കേരളം. അതല്ല നമുക്ക് ആവശ്യം. തീർത്തും പരമദരിദ്രരില്ലാത്ത ഒരു നാടായി കേരളം മാറേണ്ടതുണ്ട്. 1000 കോടിയിലധികം രൂപയാണ് ലോകത്തിനു മുന്നിൽ പുതിയ മാതൃക തീർത്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന 20,000-ലധികം കുടുംബങ്ങൾക്ക് ഇന്ന് എല്ലാ നേരവും മുടങ്ങാതെയുള്ള ആഹാരം ഉറപ്പാണ്. 18,500-ഓളം കുടുംബങ്ങൾക്ക് റേഷൻ കടകൾ വഴി മുടങ്ങാതെ ഭക്ഷ്യക്കിറ്റുകളും, സ്വയം പാചകം ചെയ്യാൻ പോലും കഴിയാത്ത 2,200-ലധികം കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ആഹാരം കുടുംബശ്രീ വഴിയും പിണറായി വിജയന്റെ സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. ഉറപ്പാണ്, പട്ടിണിപ്പാവങ്ങളില്ലാത്ത കേരളം എന്നത് വെറും തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നില്ലെന്ന് കേരളം തിരിച്ചറിയുകയാണ്. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും പൈസയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന 80,000-ഓളം മനുഷ്യർക്ക് സൗജന്യ ചികിത്സയും മരുന്നും നൽകി. ഇതിൽ 36,000-ഓളം മനുഷ്യർക്ക് ഇടതടവില്ലാതെ മരുന്നുകൾ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടതുപക്ഷ സർക്കാർ. കൂടാതെ 5,700-ലധികം മനുഷ്യർക്ക് പാലിയേറ്റീവ് കെയർ സേവനങ്ങളും ഉറപ്പാക്കുന്നു. ഈ നാട്ടിലെ അവസാന മനുഷ്യനും അവന്റെ അവകാശങ്ങൾ ഉറപ്പുവരുത്തിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയത്. അതിനായി റേഷൻ കാർഡ്, ആധാർ, പെൻഷൻ തുടങ്ങിയ അടിസ്ഥാന രേഖകൾ ഈ പദ്ധതിയുടെ ഭാഗമായി മാത്രം 21,000-ലധികം മനുഷ്യർക്ക് നൽകി അവരെ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗമാക്കി. സ്വന്തമായൊരു വീടില്ലാത്ത 5,400-ലധികം മനുഷ്യർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. കൂടാതെ 5,500-ൽ-അധികം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. കൂടാതെ 4,400-ഓളം കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സഹായം നൽകി. പുതിയ വീട് ആവശ്യമായിരുന്ന 4,677 ഗുണഭോക്താക്കളിൽ 4,005 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 6,072 വീടുകൾ വിവിധ നിർമ്മാണ ഘട്ടങ്ങളിൽ പുരോഗതിയിലാണ്. 428 ഏകാംഗ കുടുംബങ്ങളെ സുരക്ഷിതമായി ഷെൽട്ടർ ഹോമുകളിൽ മാറ്റിപ്പാർപ്പിച്ചു. ഭൂമിയും വീടും ആവശ്യമായിരുന്ന 2,713 ഗുണഭോക്താക്കൾക്ക് ആദ്യം ഭൂമി നൽകി. പിന്നീട് വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകി. 1,417 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 1,296 വീടുകൾ വിവിധ നിർമ്മാണ ഘട്ടങ്ങളിൽ പുരോഗതിയിലാണ്.
അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്തുക എന്നതായിരുന്നു. ഇതിനായി റവന്യൂ വകുപ്പ് സംസ്ഥാനത്ത് ആകെ 439 കുടുംബങ്ങൾക്കായി മൊത്തം 2832.645 സെന്റ് ഭൂമി കണ്ടെത്തി. കൂടാതെ മനസ്സോടിത്തിരി മണ്ണ് യജ്ഞത്തിന്റെ ഭാഗമായി 203 സെന്റ് ഭൂമിയും കണ്ടെത്തി. ഏറ്റവും ദുർബലനായ മനുഷ്യനെയും ചേർത്തുപിടിക്കുന്ന സാമൂഹ്യ നീതിയുടെയും തുല്യതയുടെയും ഇടതുപക്ഷ മാതൃകയാണ് പട്ടിണിപ്പാവങ്ങളില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കിയത്.